നമസ്കാരം. ജപ്ടനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേരള സർക്കാരിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് നിലവിലുള്ള KSIDCയിൽ നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് 2025 ഏപ്രിൽ 30 വരെ അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതിൽ KSIDC എന്നുള്ളത് ഒരു പ്രീമിയർ കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. കേരളത്തിലെ ഇൻഡസ്ട്രിയൽ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ് KSIDC എന്നുള്ളത്. അവിടെയാണ് ഈ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഒന്നാമത്തെ പോസ്റ്റ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവുമാരുടെ 5 ഒഴിവുകളാണുള്ളത്. അതിനുവേണ്ടി യോഗ്യത ഡിഗ്രി, അതോടൊപ്പം ഡിഗ്രിയോടൊപ്പം MBA ഉണ്ടായിരിക്കണം. ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നായിരിക്കണം. മിനിമം 2 വർഷത്തേലും എക്സ്പീരിയൻസ് MBA ബിരുദം നേടിയതിനു ശേഷം ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. 35 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. 30/4/2025 അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രതിമാസം 30,000 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. 5 പോസ്റ്റാണ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന് ഉള്ളത്. രണ്ടാമത്തെ പ്രോജക്ട് എക്സിക്യൂട്ടീവ് KS സ്വിഫ്റ്റ്, 5 പോസ്റ്റാണ്. അതിന് BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BTech IT അല്ലെങ്കിൽ MCA ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ബിരുദം MCA അല്ലെങ്കിൽ BTech നേടിയതിനു ശേഷം 2 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഉയർന്ന പ്രായപരിധി ഇവിടെ 35 വയസ്സാണ്. 30/4/2025 അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 30,000 രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. മൂന്നാമത്തെ പോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അലയൻസ്മാരുടെ 2 ഒഴിവുകളാണുള്ളത്. ഡിഗ്രിയോടൊപ്പം MBA അല്ലെന്നുണ്ടെങ്കിൽ MBA ഫിനാൻസ് അല്ലെങ്കിൽ CA അല്ലെങ്കിൽ CMA ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫൈനാൻഷ്യൽ മോഡലിംഗിലെ സർട്ടിഫിക്കേഷൻ ഒരു ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അതോടൊപ്പം ബിരുദം നേടിയതിനു ശേഷം 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇവിടെയും 35 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. പ്രതിമാസം 40,000 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത പോസ്റ്റ് IT അനലിസ്റ്റിന്റെയാണ്. ഒരു പോസ്റ്റാണുള്ളത്. BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BTech IT അല്ലെങ്കിൽ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 40 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. 40,000 രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും. ഇത്രയും പോസ്റ്റുകളാണ് ഉള്ളത്. ഇതിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. കേരളത്തിലെ അക്രോസ് കേരളയിൽ നിയമനം ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുള്ളൂ. KSIDCയുടെ വെബ്സൈറ്റായ www.ksidc.org അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റായ www.cmd.kerala.gov.in, ഈ 2 സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് 2025 ഏപ്രിൽ 30 വരെ അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളൊരു റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഒരു വെള്ള പേപ്പർ നിങ്ങളുടെ കറുത്ത മെഷീൻ സിഗ്നേച്ചർ ചെയ്തതിന് ശേഷം അത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കോപ്പി നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ആപ്ലിക്കേഷൻ ഫോം മുഴുവൻ ഫില്ല് ചെയ്ത് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാവുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമുള്ളവർക്കൊക്കെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 0471232101 എന്ന നമ്പർ വിളിച്ചിട്ട് 237 അല്ലെങ്കിൽ 250 എക്സ്റ്റൻഷൻ കൊടുത്താൽ നിങ്ങൾക്ക് രാവിലെ 10 മണിക്കും 5:30 ഇടയ്ക്ക് മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങളെ ക്ലിയർ ചെയ്യാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള താല്പര്യമുള്ള അവസരം പരമാവധി വിലപ്പെടുത്തുക. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് ഇന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ഓർത്തിരിക്കുക, 2025 ഏപ്രിൽ 30 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമനമായിരിക്കും. താങ്ക് യു.